അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 24-ാമത്തെ ജുസ് 5, 10, 5 ക്രമത്തിലാണ് ഇതിൽ പേജുകളുള്ളത്. സൂറത്തുൽ സുമറിലെ 5 പേജ്, പിന്നെ മുഅ്മിൻ എന്നും ഗാഫിർ എന്നും പേരുള്ള സൂറത്ത് 10 പേജ്, അടുത്തത് ഹാമീം സജദ എന്നും ഫുസ്സിലത്ത് എന്നും പേരുള്ള സൂറത്തിലെ 5 പേജ്. സൂറത്തുൽ സുമർ, സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി എന്നർത്ഥം. സുമ്ര ഒരു ക്ലാസ്സിന് പറയാം. അപ്പോൾ സുമർ കൂട്ടം കൂട്ടമായി എന്നർത്ഥം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഈ 5 പേജിൽ വരുന്നുണ്ട്. ഒന്ന്, അല്ലാഹു തആല അങ്ങേയറ്റം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും എന്നറിയിക്കുന്ന ഒരായത്താണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെ, എത്ര പാപങ്ങളുണ്ടെങ്കിലും ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. നമ്മളിന്ന് വലുതായി കണക്കാക്കുന്ന പാപങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ചേർത്താൽ വളരെ ചെറിയ പാപങ്ങളാണ്. അള്ളാഹു പുറത്ത് തന്നില്ലെങ്കിൽ ഏത് ചെറിയ പാപവും വളരെ ഭയാനകമാണ്. അപ്പം ലാ തഖനതു മിർ റഹ്മത്തില്ല, 100 പേരെ കൊന്നവരുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കളെ കൊന്ന് അംഗഛിദ്രം നടത്തി മയ്യത്തിനെ വിരൂപമാക്കിയിട്ട് ആരോ പറഞ്ഞത് കേട്ട് ആന്തരികാവയവങ്ങളെടുത്ത് ചവച്ച് അരച്ചു തുപ്പിയവർ വരെയുണ്ട്. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ തെറ്റുകാരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പം നമ്മൾ ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിനോട് എല്ലാം ചോദിച്ച് വാങ്ങണം. 99 ആളുകളെ കൊന്ന വ്യക്തി നന്നാകാൻ ആഗ്രഹിച്ചു. ഒരു വ്യക്തിയുടെ അടുത്ത് പോയി, ഒരു ആബിദായ മനുഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എങ്ങനെ നന്നാവാനാണ്, 99 ആളെ കൊന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ ആളെയും കൂടെ കൊന്ന് സെഞ്ചുറി അടിച്ചു. അങ്ങനെ 100ആയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും നന്നാകണം എന്ന് തോന്നി. അദ്ദേഹം അടുത്ത ആളുടെ അടുത്തേക്ക് പോയി, ഒരു ഇൽമുള്ള ആളുടെ അടുത്തേക്ക്. അപ്പോൾ എനിക്ക് നന്നാകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ സാഹചര്യത്തിൽ നിന്ന് മാറണം, അള്ളാഹു തആല നല്ലൊരു മാറ്റം തരും. അപ്പോൾ ആ മനുഷ്യൻ ആ വഴിയിലേക്ക് യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. യാത്ര ചെയ്തു, അവിടെ എത്തി, നന്നായിട്ടൊന്നുമില്ല. വഴിയിൽ മരണം പിടികൂടി. ചില റിവായത്തുകളിൽ കാണാം, മലക്കുകൾ തട്ടിയിടാണ് ആ നാടിൻ്റെ ഭാഗത്തേക്ക്. കാരണം അദാബിൻ്റെ മലക്കളും റഹ്മത്തിൻ്റെ മലക്കളും വന്നു. അദാബിൻ്റെ മലക്കൾ പറഞ്ഞു, നമുക്ക് അവകാശപ്പെട്ടതാണ്, കാരണം 100 ആളെ കൊന്ന ആളാണ്. റഹ്മത്തിൻ്റെ മലക്കൾ പറഞ്ഞു, നന്നാകാൻ വേണ്ടി പുറപ്പെട്ടതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. സ്ഥലം അളന്നു നോക്കിയപ്പം നന്നാകാൻ ഉദ്ദേശിച്ച നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തുള്ളത്. നേരത്തെ പറഞ്ഞ റിവായത്തുകളിൽ കാണാം, മരണസമയത്ത് മലക്കൾ ആ ഭാഗത്തേക്ക് അദ്ദേഹത്തെ തട്ടിയിട്ടതാണെന്ന് പോലും കാണാം. അഥവാ നന്നാകാൻ ആഗ്രഹിച്ച ഒരു ചൂട് വെച്ചു. അള്ളാഹുത്തിൽ അദ്ദേഹത്തെ സ്വർഗ്ഗവാസികൾ ഉൾപ്പെടുത്തി. അപ്പം അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരണത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. നിങ്ങൾ മരണം പൊടുന്നതിന് വരുന്നതിന് മുമ്പ്, നിങ്ങളെ സഹായിക്കപ്പെടാത്തൊരു ദിവസം വരുന്നതിന് മുമ്പ് വേഗം ഖേദിച്ച് മടങ്ങിക്കോളൂ. കാരണം നാളെ എന്തായാലും ഖേദിക്കാനുള്ളതാണ്. അൻ തഖൂല നഫ്സു യാ ഹസ്റത അലാ മാ ഫറത്തു ഫി ജംബില്ലാ, എൻ്റെ കഠിനമായ ഖേദം, ഹസ്റത തീരാത്ത ഖേദം, അതെന്തായാലും നാളെ ഖേദിക്കാനുള്ളതാണ്. അതിന് മുമ്പ് ആ ഖേദം ഇവിടെ നിന്ന് തന്നെ ആക്കിയാൽ അതിൻ്റെ കുറഞ്ഞ ഭാഗം മതിയാകും. എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തിരുന്ന് മാത്രമല്ല, അതിനൊക്കെ അള്ളാഹു നന്മകളാക്കി മറിക്കും. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ സമീപസ്ഥനാക്കി മാറ്റും. അടുത്ത സംഗതി, നരകവാസികൾ നരകത്തിലേക്കും സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും കൂട്ടം കൂട്ടമായി പോകുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേക രീതിയിലാണ് അള്ളാഹു തആല നരകത്തെയും സ്വർഗത്തെയും വിവരിച്ചിട്ടുള്ളത്. വസീഖല്ലദീന, അവരെ വലിച്ചു കൊണ്ടുവരപ്പെടും, നരകവാസികളെ നരകത്തിലേക്ക് സൂമറൻ കൂട്ടം കൂട്ടമായി. ഹത്ത ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ, അവരവിടെ എത്തുമ്പോൾ വാതിൽ തുറക്കപ്പെടും. അതായത് അതിൻ്റെ ചൂടും പുകയും മുഴുവൻ കത്തിച്ച് വെച്ച് നേരത്തെ തുറന്ന ആവി കളയാതെ ഇവർ വരുമ്പോൾ കൃത്യം മുഖത്തേക്ക് അതിൻ്റെ എല്ലാ എഫക്റ്റോടും കൂടെ തുറന്നു കൊടുക്കും. അത് മതി. ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം രസങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അത് മുഴുവനും മതിയാകാൻ ആ ഒരൊറ്റ പേടിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു നിമിഷം തന്നെ മതി. അപ്പോൾ അവിടെ ഫുതിഹത് അബ്വാബുഹ. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഹത്ത ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ, അവരവിടേക്ക് എത്തുമ്പം വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകളൊക്കെ നേരത്തെ തുറന്നിട്ടുള്ളത്. ആ സൗരഭ്യവും പരിമളമൊക്കെ വർഷങ്ങൾ ദൂരേക്ക് അടിച്ചു വീശാൻ, അത് നേരത്തെ തന്നെ തഖ്വയുള്ളവർക്കത് ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വരാൻ. അപ്പോൾ നരകത്തിൻ്റെത് നേരെ മുഖത്ത് തുറന്നു കൊടുക്കും. സ്വർഗത്തിൻ്റെ വാതിലുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുള്ളത്. അങ്ങനെ വിധി പൂർണ്ണമായിട്ട് നടപ്പിലാക്കും എന്ന് അല്ലാഹു തആല പറയാണ്. ഈ ഭാഗത്തുള്ള എല്ലാ സൂറത്തിലും, മക്കി സൂറത്തുകളിലും നന്നായിട്ട് ആഖിറത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഓതി മനസ്സിലാക്കി വാക്കുവാക്കർത്ഥം പഠിക്കണം എന്ന് പറയുന്നില്ല,
ആശയം മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യുന്നത്, കുറച്ച് ഭാഗമൊക്കെ തിരഞ്ഞെടുത്ത് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത സൂറത്ത് ഗാഫിർ എന്നും മുഅ്മിൻ എന്നും പേരുള്ള സൂറത്താണ്. ഇതിൽ മുഅ്മിൻ എന്ന് പേര് വരാൻ കാരണം ഫിർഔൻ്റെ കുടുംബത്തിൽപ്പെട്ട ഈമാൻ മറച്ചു വെക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ മൂസാ നബിയെ സഹായിച്ചുകൊണ്ട്, അപ്പോൾ അദ്ദേഹം ഈമാൻ മറച്ചു വെക്കുന്നതാണ് പേടിച്ചിട്ട്, എന്നാൽ മൂസാ നബിയെ സഹായിക്കുന്ന രീതിയിൽ ഒരു മധ്യസ്ഥനെ പോലെ സംസാരിക്കുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. ഏകദേശം 3 പേജ് ആ മനുഷ്യൻ്റെ സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ സൂറത്ത് യാസീനിലെ ദഅവത്തിനെ നേരിട്ട് സഹായിച്ചു, ഷഹീദായി. ഇവിടെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ മൂസാ നബിൻ്റെ സൈഡിലേക്ക് ചാഞ്ഞുകൊണ്ട് ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് ഒരാളെ സഹായിക്കുകയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ സംസാരം എടുത്ത് ഉദ്ധരിക്കുന്നു. അതാണ് മുഅ്മിൻ എന്ന് പേര് വരാൻ കാരണം. പിന്നെ ഗാഫിർ എന്ന് പേര് വരാൻ കാരണം ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു തആല പാപങ്ങളെ പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണെന്നുള്ള പരാമർശമുണ്ട്. അപ്പോൾ ഇതിൽ കാണാം, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും, അള്ളാഹുവിൻ്റെ തൗബ സ്വീകരിക്കണേ, ഇവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സ്വർഗ്ഗത്തിൻ്റെ ഉയർന്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ആ പദവിയിലേക്ക് അവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കും, അവരുടെ ദർജ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശുപാർശ കൊണ്ട്. വമൻ സലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയ്യാതിഹിം, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, അവർക്കൊക്കെ അള്ളാഹു തആല സ്ഥാനക്കയറ്റം കൊടുക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിർഔൻ്റെ കുടുംബത്തിൽപ്പെട്ട വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു, ആ ഈമാൻ മറച്ചു വെച്ച് സംസാരിച്ച വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം വളരെ ഹൃദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കൊല്ലുന്നത്, എന്തിനാണ് മൂസാ നബിയെ കൊല്ലുന്നത്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ താക്കീതുകളൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ പെട്ടുപോകൂലേ? അത് ഇല്ലാത്തതാണെന്ന് വിചാരിച്ചോ? അപ്പോഴും അതിൻ്റെ ഭവിഷ്യത്ത് അദ്ദേഹത്തിനല്ലേ ഉള്ളൂ. അപ്പം ഈമാൻ ഇല്ലാത്തവരുടെ ദഅവത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങളെന്തായാലും പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, പരലോകം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളും നിങ്ങളും സമമായി. പിന്നെ നമ്മൾ പറയുന്ന ഈ സംഗതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് വിശ്വസിക്കാത്ത ആളോട് പറയട്ടോ, വിശ്വസിക്കാത്ത ആളോട് പറയണം, നിങ്ങൾക്ക് വിശ്വസിക്കലല്ലേ ലാഭം. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് കളവാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അദ്ദേഹത്തിനല്ലേ ഉണ്ടാവുക, അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ജനങ്ങളെ ഈ ഐഹിക ജീവിതം എത്ര നിസ്സാരമാണ്. മുൻകഴിഞ്ഞ പല സമുദായങ്ങൾക്കും പല ശിക്ഷകളുണ്ടായതൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതേപോലെ നമ്മളെ പിടികൂടിയുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ ഈ മൂസാ നബി അലൈഹി സ്വലാം ജീവിക്കുന്നത് ബനി ഇസ്രായേലാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പ് വന്നതാണ് യൂസുഫ് നബി. യൂസുഫ് നബി മുമ്പ് വന്നപ്പം നമ്മൾ അദ്ദേഹത്തെ വിലമതിച്ചില്ല. പിന്നെ പോയി കഴിഞ്ഞപ്പം ഇങ്ങനൊരു നല്ല മനുഷ്യൻ എവിടെ ഉണ്ടാകും എന്നൊക്കെ പരിതപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഈ കാര്യം ഏകദൈവ വിശ്വാസമാണ്. മറിച്ച് നമ്മളിപ്പോൾ അവരോട് പറഞ്ഞല്ലേ, നിങ്ങൾ അവരോട് പറയുന്നത് പല പല ദൈവങ്ങൾ ആരാധിക്കാനാണ്. എന്താണെങ്കിലും ഈ പറഞ്ഞത് നിങ്ങൾ ഓർക്കും, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും എന്നൊക്കെ ആ മനുഷ്യൻ സൂചന കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വ ഉഫവ്വിളു അംരി ഇലല്ലാ, കാരണം ഫിറഔനാണ്, കിങ്കരന്മാരാണ്, എന്തും ചെയ്ത് കളയാം, ഞാൻ എൻ്റെ കാര്യം അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്നു. അള്ളാഹു പറയാണ് ഫവഖാഹുല്ലാഹു, അപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു സംരക്ഷിച്ചു ഇവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും, അവരുടെ എല്ലാ പ്രവൃത്തി ദോഷങ്ങളിൽ നിന്നും. അപ്പോൾ ഉഫവ്വിളു അംരി ഇലല്ലാ ഫവഖാഹു, അങ്ങനെ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന ആ വാക്ക് പറയലും അള്ളാഹു അദ്ദേഹത്തെ ഏറ്റെടുക്കലും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ തവക്കൽതു അലല്ലാഹ് ഉഫവ്വിളു അംരി ഇലല്ലാ എന്ന് പറയുകയും മനസ്സുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യണം. ശേഷം ഹാമീം സജദ അല്ലെങ്കിൽ ഫുസ്സിലത്ത് എന്ന പേരുള്ള സൂറത്താണ്. ഫുസ്സിലത്ത് എന്ന് പറഞ്ഞാൽ ആയത്തുകൾ വിശദീകരിച്ചു, ഖുർആനെ കുറിച്ചൊരു പരാമർശം അതിലുണ്ട്. സജദ വരുന്നത് കൊണ്ടാണ് വേറെ മറ്റേ അലിഫ്ലാമീം സജദായിട്ട് വേർതിരിക്കാൻ വേണ്ടി അതിന് ഹാമീം സജദ എന്ന് പേര് പറയുന്നത്. ഈ സൂറത്തിൽ വിശദമായിട്ട് പരലോകത്തെക്കുറിച്ചുള്ളൊരു വിവരണമുണ്ട്. 19-ാമത്തെ ആയത്ത് മുതൽ വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് ആനയിക്കപ്പെടും, അവരൊരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറയുന്ന ആയത്ത് മുതൽ തുടങ്ങുന്നത് നാളെ കൈകാലുകൾ സംസാരിക്കും നമ്മൾ ചെയ്ത തെറ്റുകളെപ്പറ്റി. അപ്പോൾ മനുഷ്യൻ നിസ്സഹായനായിട്ട് പറയും, എല്ലാം കഴിയുമ്പം കൈയോട് പറയും, നിൻ്റെ സുഖത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്തത്. അപ്പോൾ ഈ അവയവങ്ങളൊക്കെ പറയും, നമ്മൾ പറഞ്ഞതല്ല, അള്ളാഹു സംസാരിപ്പിച്ചതല്ലേ. അപ്പോൾ ഇതെല്ലാം സെൻസറാണ്, ഇതെല്ലാം റെക്കോർഡിംഗ് ഫീച്ചർ ഉള്ളതാണ്. ഇതിൻ്റെ പ്രവൃത്തി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആ ചിപ്പുകൾ ഇതിലുണ്ട്. നാളെ ഇത് സംസാരിക്കും നമുക്കെതിരെ. അപ്പോൾ അള്ളാഹു തആല ഇതിൽ നിന്നും അനുകൂലമായ സാക്ഷ്യം കിട്ടാൻ നല്ല നല്ല അമലുകളൊക്കെ കൈകൊണ്ട് ചെയ്യിപ്പിക്കലാണ് നല്ലത്. ഖുർആൻ തൊടുക, തുറക്കുക, ഓതുക. അതുപോലെ തന്നെ നാളെ ഭൂമിയൊക്കെ സാക്ഷ്യം പറയും, തുഹദ്ദിസു അഖ്ബാറഹ. അപ്പോൾ പല സ്ഥലത്ത് പോയിട്ട് നിസ്കരിക്കുക, അവിടെ നിന്നൊക്കെ നിന്ന് ഓതുക, വീട്ടിൻ്റെ പല മൂലകളിൽ നിന്ന് ഓരോ ഖത്തം തീർക്കുക. അപ്പോൾ അതൊക്കെ നാളെ വിളിച്ച് പറയും, ഇവിടുന്ന് ഖത്തം തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നേരെ വിളിച്ച് പറയും, ഇവിടുന്ന് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. രക്ഷപ്പെടാൻ ഒരു വഴിയിൽ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങലല്ലാതെ. വിശദമായിട്ട് ആഖിറത്തെക്കുറിച്ച് പറയാണ്.
ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞ് അള്ളാഹുമായുള്ള ബന്ധം പൂർണ്ണമായി സ്ഥാപിച്ച് ഉറച്ചു നിന്ന് ജീവിച്ച് മരിക്കുന്നവർ, അവരുടെ അടുത്തേക്ക് മലക്കുകളുടെ വലിയ സംഘം ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു. പെട്ടെന്ന് നമ്മൾ ഈ കാഴ്ചയൊക്കെ മറിയുകയും നമ്മൾ കോടാനക്കോടി മലക്കുകളെ കാണും. ഒന്നുകിൽ റഹ്മത്തിൻ്റേത് അല്ലെങ്കിൽ അദാബിൻ്റേത്. അള്ളാഹു കാക്കട്ടെ. റഹ്മത്തിൻ്റേതാണെങ്കിൽ സ്വർഗവാസികളുടെ ദറജ അനുസരിച്ചാണ്. സൂറത്തുൽ വാഖിയയുടെ അവസാനത്തിൽ കാണാം, ഫഅമ്മ ഇൻകാന മിനൽ മുഖറബീൻ, മുഖറബിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ, എല്ലാത്തിലേക്കും മുൻകടക്കുന്ന സാബിഖൂനിൽ പെട്ടതാണെങ്കിൽ, അഥവാ മുഖറബിൽപ്പെട്ടതാണെങ്കിൽ, ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, ഉയർന്ന സുഗന്ധ ചെടികളും സ്വർഗീയ അനുഗ്രഹങ്ങളുമായിട്ട് വരും. ഓരോ മലക്കിങ്ങനെ ഓരോ സന്തോഷ വാർത്ത പറയും. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, പേടിക്കേണ്ട, വരാൻ പോകുന്ന അവസ്ഥയെപ്പറ്റി പേടിക്കേണ്ട. വലാ തഹ്സനു, കഴിഞ്ഞതിനെപ്പറ്റി ദുഃഖിക്കേണ്ട. സ്വർഗമുണ്ട്, സന്തോഷിച്ചോളൂ. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ദുനിയാവിൽ. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഞങ്ങൾ അടുത്തുണ്ടായിരുന്നു. എല്ലാ സമയത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ആഖിറത്തിൽ എന്തായാലും നിങ്ങൾ കാണുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മരണസമയത്ത് തന്നെ മനുഷ്യന് ഈ സന്തോഷവാർത്തയൊക്കെ കിട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഏറ്റവും നല്ല. അപ്പോൾ ഏത് സമയത്തും നമ്മളുടെ ജീവിതത്തിൻ്റെ ഫുൾ റിസൾട്ട് വരാം, ഏത് സെക്കൻഡിലും വരാം. മരണാനന്തര ജീവിതത്തെപ്പറ്റി നല്ലൊരു ചിന്ത നമുക്കുണ്ടാകണം. അതിന് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഗതിയാണ് ആഷിഖ് ഇലാഹി മദനി എന്ന് പറയുന്ന വലിയൊരു മഹാൻ്റെ മരണാനന്തര ജീവിതം എന്നുള്ള പുസ്തകമുണ്ട്. മുമ്പ് അതിൻ്റെ 3000 കോപ്പിയൊക്കെ അടിച്ചിരുന്നു ഒരു എഡിഷനിൽ. അത് സ്ഥിരമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ ആഖിറത്തിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ ഈ സൂറത്തുകളൊക്കെ നമ്മൾ നടക്ക് പാരായണം ചെയ്യണം. ആരെയാണോ വഴിതെറ്റിക്കുന്നത്, ഈ വഴിതെറ്റിക്കപ്പെട്ടവർ വഴിതെറ്റിച്ച ആൾക്കെതിരെ നാളെ സാക്ഷ്യം പറയും. അള്ളാഹു അവരൊന്ന് തരണം. റബ്ബന അരിനല്ലദീനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത അഖ്ദാമിൻ, അവരെ ഞങ്ങളുടെ കാൽ കീഴിലാക്കട്ടെ. അപ്പം മക്കളെ വഴിതെറ്റിച്ചത് മാതാപിതാക്കളാണെങ്കിലോ കേബിളും അതുപോലെ തന്നെ എല്ലാ ഷോകളും കാണാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത് ഹിജാബ് നിഖാബൊക്കെ മക്കൾ ധരിക്കുമ്പോൾ പ്രായമായിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ആ ജീവിതകാലത്ത് ആ പർദ്ദ ധരിക്കുന്നതൊക്കെ മുടക്കി കണ്ട് ഡാൻസ് മത്സരത്തിനെ കൊണ്ടുപോയി ചേർത്ത് കൊടുത്ത് അവർക്കുള്ള കുറ്റങ്ങളൊക്കെ സമ്പാദിച്ചു കൊടുത്തത് ഈ ഉമ്മയാണെങ്കിൽ ഉപ്പയാണെങ്കിൽ ഈ മക്കൾ പറയൂലേ, പഠിച്ചവൻ അവരെ താഴെ കിടത്തിത്ത നജഅൽഹുമ തഹ്ത അഖ്ദാമിന, അവരെ കാൽ കീഴിലാക്കട്ടെ, ലിയകൂന മിനൽ അസ്ഫലിൻ, അവരധമരായി മാറട്ടെ എന്ന് ആരെയാണോ വഴിതെറ്റിച്ചത് അവർ നാളെ പരാതി പറയും, സാക്ഷി പറയും. ആ രംഗങ്ങളെല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിൻ്റെ ഈ വിവരണത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും ആഖിറത്തെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ജീവിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.